ഒരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപമേടിയതാണെൻ സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദി മുതൽക്കെന്നതുപോലെ സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കത്തീഡ്രൽ പള്ളിയിലെ വികാരിച്ച് പ്രിയപ്പെട്ട വർഗീസ് പന്തിരിക്കലച്ച, കൊച്ചച്ചന്മാരെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ചെറുപുഷ്പ മിഷന്റെയും സീറോ മലബാർ യുവജന സംഘടനയുടെയും അംഗങ്ങളായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭദ്രാവതിയിൽ നിന്നും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഈ വർഷത്തെ മിഷൻ ഞായറിനോടനുബന്ധിച്ച് നമ്മുടെ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുകുട്ടികൾക്കും യുവതിവാക്കൾക്കും പ്രേക്ഷിത മേഖലകളിൽ നിന്നുള്ള ജീവിത സാക്ഷ്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും അവസരമൊരുക്കിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ മീറ്റേരെ 2020 എന്ന പ്രോഗ്രാം കഴിഞ്ഞ 10 ദിവസങ്ങളായി നടന്നു വരികയാണല്ലോ. മിഷനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും കർത്താവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ധീര മിഷണറിമാരായി തീരുന്നതിന് പ്രചോദനം നൽകുന്നതിന് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. മീറ്റേരെ 2020 സമാപന ദിനമായ ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നും ഭദ്രാവതി രൂപതയെക്കുറിച്ച് പറയണമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചൻ ബഹുമാനപ്പെട്ട പയസച്ചൻ എന്നോട് ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ സ്നേഹത്തിനും ഇങ്ങനൊരു അവസരം എനിക്ക് നൽകിയതിനും ഞാൻ ഹൃദയപൂർവ്വം ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം തൻ്റെ സ്നേഹവും കാരുണ്യവും രക്ഷയും നമുക്ക് നൽകുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച ഈശോമിശിഹ തന്നെയാണ് ആദ്യത്തെ പ്രേക്ഷിതൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചു. അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് ജീവിതസാക്ഷ്യം നൽകിക്കൊണ്ട് അവിടുത്തെ രക്ഷാകര ദൗത്യം ഈ ലോകത്തിൽ തുടരുക എന്നതാണ് സഭയുടെ ദൗത്യം. സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ എല്ലാ സഭാംഗങ്ങളുടെയും ദൗത്യമാണ്. മറ്റൊരു വാക്കിൽ, മാമോദീസ സ്വീകരിച്ച എല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ ദൗത്യത്തിൽ പങ്കുചേരുന്നു. എല്ലാവരും വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ്. മാമോദീസ സ്വീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം ജീവിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അങ്ങനെ നാം ജീവിക്കുന്ന സമൂഹത്തിലും ലോകത്തിലും നന്മയുടെ പ്രകാശമായി മാറുന്നതിനുമുള്ള ദൗത്യം. ഏറെ പ്രത്യേകതകളോടെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ കഴിവുകളും സിദ്ധികളും പ്രവർത്തന ശൈലിയും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാണ്. ഈ സിദ്ധികളും കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഈശോയെ അവതരിപ്പിക്കുവാൻ, അവിടുത്തെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ നമുക്കാവണം. സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. I am a mission on this earth. That is the reason why I am here in this world. We have to regard ourselves as sealed, even branded by this mission of bringing light, blessing, enlivening, raising up, healing and freeing. സ്വന്തം ജീവിതത്തിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഈ ദൗത്യം നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിന് തന്നെ ഭാഗമാണ് എന്ന് മാർപ്പാപ്പ തുടർന്ന് പറയുന്നുണ്ട്. അത് ജീവിതത്തിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ഉത്തരവാദിത്വമല്ല, അതോടൊപ്പം തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാവുന്ന ഒരു അംശവുമല്ല. ക്രൈസ്തവന്റെ പ്രേക്ഷിതവിളിയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്നാമതായിട്ട്,
പ്രേക്ഷിത ദൗത്യം അത് ദൈവത്തോടുള്ള നന്ദിയുടെ പ്രകാശനമാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുക. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ഉത്തരവാദിത്വം എന്നതിലുപരി തന്നെ രക്ഷിച്ച ദൈവത്തോടുള്ള താൻ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിനുള്ള പ്രതിനന്ദിയുടെ പ്രകാശനമാണ്. രണ്ടാമത് മാർപ്പാപ്പ പറയുക, പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് എളിമയോടെ വിനയത്തോടെ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. കാരണം ദൈവം നമുക്ക് നൽകുന്ന രക്ഷയും സന്തോഷവും നാം സ്വന്തമായി നേടിയതല്ല, അത് ദൈവിക ദാനമാണ്. അതിനാൽ തന്നെ എളിമയോടെ വിനയത്തോടെ മറ്റുള്ളവർക്ക് അത് പങ്കുവച്ചു കൊടുക്കാൻ നമുക്കാവണം. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകർഷണീയതയെക്കുറിച്ചാണ്. ഒരു ക്രൈസ്തവന് തൻ്റെ സുവിശേഷാനുസൃതമായ ജീവിതത്തിലൂടെ അഥവാ ഈശോയുടെ നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹവും സാഹോദര്യവും ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക്, അവിടുത്തെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയണം. നിർബന്ധം മൂലമോ മറ്റെന്തെങ്കിലും പ്രേരണ മൂലമോ ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ വെല്ലുവിളികൾ ഏറെ ഉണ്ട് എങ്കിലും ഈശോയെ പ്രഘോഷിക്കുന്നതിനോ അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനോ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സുവിശേഷത്തിന്റെ കാതൽ സ്നേഹം തന്നെയാണ്. സുവിശേഷത്തിന്റെ കാതൽ കാരുണ്യവും സാഹോദര്യവും ക്ഷമയും അനുകമ്പയും സമാധാനവും സഹിഷ്ണുതയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്തിൽ ഏറെ ആവശ്യമുള്ള സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുവാനും അതിന് സന്തോഷത്തോടെ സാക്ഷ്യം നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം ജീവിക്കാതെ നമുക്കാർക്കും ഇന്നത്തെ ലോകത്തിൽ ഈശോയെ അവതരിപ്പിക്കുവാനാകില്ല. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് സുവിശേഷം മാത്രമല്ല നൽകിയത്, മറിച്ച് സുവിശേഷത്തിനനുസൃതമായ ഞങ്ങളുടെ ജീവിതം കൂടിയാണ്. എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായാണ് ഞങ്ങൾ നിങ്ങളോട് പെരുമാറിയത്. നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് അടിസ്ഥാനമായി നിൽക്കേണ്ടത് നമ്മുടെ പരസ്പര സ്നേഹമാണ്. സഭയുടെ ശത്രുക്കൾ ഒരുപക്ഷെ സഭയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലെ സുവിശേഷത്തിന് നിരക്കാത്ത പ്രവൃത്തികളാണെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈശോയുടെ സ്നേഹവും സാഹോദര്യവും ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് ആനയിക്കുവാൻ, അവിടുത്തെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, വീട്ടിലും സ്കൂളിലും കോളേജിലും ജോലിസ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഈ സന്ദേശം കൈമാറാൻ നമുക്കാവില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പ്രവാചകനോട് ചോദിച്ച ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? പ്രവാചകനോട് ചേർന്ന് നമുക്ക് ആത്മാർത്ഥമായി ഉത്തരം നൽകാനാവുമോ? കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. മിതരെ 2020 പ്രോഗ്രാമിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് മിഷൻ ലീഗിലെയും യുവജന സംഘടനയിലെയും ഒക്കെ കൊച്ചുകുട്ടികൾക്ക്, യുവതിവാക്കന്മാർക്ക് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ വിളിക്ക് ഉദാരമായ പ്രത്യുത്തരം നൽകുവാനുള്ള പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഭദ്രാവതി രൂപതയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാനും എനിക്ക് സന്തോഷമുണ്ട്. 2007 ഓഗസ്റ്റ് 21-നാണ് ഭദ്രാവതി രൂപത സ്ഥാപിതമായത്. 2007 ഒക്ടോബർ മാസം 25-ാം തീയതി രൂപത ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ 13 വർഷങ്ങൾ പിന്നിടുന്നു. 1953 തലശ്ശേരി രൂപത സ്ഥാപിതമായി. 55 കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള സീറോ മലബാർ സഭാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ അതിർത്തി പുനർനിർണയിച്ചു. അപ്പോൾ ഇന്ന് രൂപത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായി മാറി. പിന്നീട് 1973 മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ ഈ പ്രദേശങ്ങൾ മാനന്തവാടി രൂപതയുടെ ഭാഗമായിട്ട് വന്നു. മാനന്തവാടിയിലെ ആദ്യത്തെ പിതാവ് അഭ്യുന്നയ തൂങ്കിൽ പിതാവ് കർണാടകത്തിലുള്ള രൂപതയുടെ പ്രദേശങ്ങൾ
പ്രേക്ഷിത പ്രവർത്തനത്തിനും അജപാലന ശുശ്രൂഷയ്ക്കുമായിട്ട് വിവിധ സന്യാസ സമൂഹങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഷിമോഗ പ്രദേശം 1978 ദിവ്യകാരുണ്യ മിഷണറി സഭയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനും അജപാലന ശുശ്രൂഷയ്ക്കുമായിട്ട് ഏൽപ്പിക്കപ്പെട്ടു. ചിക്കമംഗളൂർ ജില്ല 1995 നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെടുകയുണ്ടായി. ഷിമോഗയിലെ ദിവ്യകാരുണ്യ മിഷൻ സഭാംഗങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഷിമോഗയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കുടിയേറിയിരുന്ന സീറോ മലബാർ സഭാംഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വ്യത്യസ്ത ഇടവക മിഷൻ കേന്ദ്രങ്ങൾ ആയി രൂപപ്പെടുകയും ചെയ്തു. 2007 അത് രൂപതയായിട്ട് ഉയർത്തപ്പെട്ടു. പിന്നീട് 2010 രൂപതയുടെ അതിർത്തി പുനർനിർണയിച്ചുകൊണ്ട് ചിക്കമംഗളൂർ ജില്ല കൂടി ഭദ്രാവതി രൂപതയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഷിമോഗ, ചിക്കമംഗളൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഏതാണ്ട് 30 ലക്ഷത്തോളം ആൾക്കാരാണ് പാർക്കുന്നത്. ഇതിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ക്രൈസ്തവരും അതിൽ തന്നെ കത്തോലിക്കരും. ഇന്നത്തെ ഭദ്രാവതി രൂപതയിൽ ഏതാണ്ട് 10,000-ഓളം സീറോ മലബാർ കത്തോലിക്ക വിശ്വാസികളാണുള്ളത്. ഇതിൽ തന്നെ ഏറെ ഭാഗവും കേരളത്തിൽ നിന്ന് കൃഷിക്കും ജീവസന്ധാരണത്തിനുമായിട്ട് ഇങ്ങോട്ട് കുടിയേറിയ തികച്ചും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരാണ്. ഇന്ന് ഭദ്രാവതി രൂപതയിൽ 25 ഇടവക സമൂഹങ്ങളും 10 മിഷൻ സ്റ്റേഷനുകളുമാണ് നിലവിലുള്ളത്. അതിൽ തന്നെ 4 ഇടവക സമൂഹങ്ങൾ കന്നഡ മാത്രം സംസാരിക്കുന്ന കന്നഡക്കാരായിട്ടുള്ള സീറോ മലബാർ വിശ്വാസികൾ ഉൾപ്പെടുന്ന ഇടവകളാണ്. രൂപതയ്ക്ക് വേണ്ടി പട്ടമേറ്റ 16 വൈദികർ ഇന്ന് രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവരോട് ചേർന്ന് വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട 25ഓളം സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട വൈദികരും അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട 120ഓളം സഹോദരി സിസ്റ്റേഴ്സും ഇന്ന് രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും കേരളത്തോടേറെ സാമ്യമുള്ള ഭൂപ്രദേശമാണ്. കർണാടകത്തിൽ ഇന്ന് ആകെ 14 കത്തോലിക്ക രൂപതകളാണുള്ളത്. 10 ലാറ്റിൻ കത്തോലിക്ക രൂപതകൾ, 3 സീറോ മലബാർ രൂപതകൾ, ഒരു സീറോ മലങ്കര രൂപത. സീറോ മലബാർ രൂപതകൾ നിങ്ങൾക്ക് അറിവുണ്ടാവും. ബെൽത്തങ്ങടി രൂപതയും മണ്ഡ്യ രൂപതയും ഭദ്രാവതി രൂപതയും. ഈ 3 രൂപതകളും കൂടി കർണാടകത്തിലെ തെക്കൻ പ്രദേശത്തുള്ള 15 ജില്ലകളിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ഉത്തര കർണാടകത്തിലെ അവശേഷിക്കുന്ന 15 ജില്ലകൾ ഇപ്പോൾ ശംഷാബാദ് രൂപതയുടെ ഭാഗമാണ്. ഈ പ്രദേശത്തെ അജപാലന പ്രവർത്തനങ്ങൾക്കും ഒപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ഭദ്രാവതി രൂപത നേതൃത്വമെടുക്കാമെന്ന് ശംഷാബാദ് രൂപതയുമായി ഓൾറെഡി തന്നെ ഒരു എഗ്രിമെന്റ് വച്ചിട്ടുണ്ട്. ഭാവിയിൽ ഉത്തര കർണാടകത്തിലെ ഈ പ്രദേശങ്ങളും ഒരുപക്ഷെ പരിശുദ്ധ സിംഹാസനം ഭദ്രാവതി രൂപതയുടെ ഭാഗമാക്കി മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നെ ശ്രമിക്കുന്ന മിഷൻ ലീഗിലെയും യുവജന സംഘടനയിലെയും ഒക്കെ എൻ്റെ കൊച്ചു സഹോദരന്മാരോട് ഭദ്രാവതി രൂപതയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം പറയുകയാണ്. കൊച്ചു സഹോദരന്മാർക്ക് മാത്രമല്ല, സഹോദരങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഭദ്രാവതി രൂപതയിലേക്ക് സ്വാഗതം. ഇവിടെ വരുന്നതിനും ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാണുന്നതിനും പ്രേക്ഷിതരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ രൂപതയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നല്ല വൈദ്യരുടെയും നല്ല സന്യസ്തരുടെയും നല്ല ആത്മായ പ്രേക്ഷിതരുടെയും സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിത സാക്ഷ്യം കൊണ്ട് ഈശോയുടെ സ്നേഹത്തിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ തയ്യാറുള്ള മിടുക്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ ഹൃദയപൂർവ്വം രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ മാമോദീസ സ്വീകരിച്ച് നമ്മളെല്ലാവരും
ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരാണ്. പരിശുദ്ധ പിതാവ് നമ്മെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുന്നത് പോലെ സന്തോഷത്തെ സുവിശേഷം ജീവിച്ചുകൊണ്ട്, സന്തോഷത്തോടെ സുവിശേഷത്തിന് ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട്, ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ മനോഹാരിതയിലൂടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിൻ്റെ ജീവിതത്തിൻ്റെ മനോഹാരിതയിലൂടെ എല്ലാവരെയും ഈശോയിലേക്ക്, അവിടുത്തെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഭദ്രാവതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനും വികാരത്തിനും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ഭദ്രാവതിയിലേക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.